الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا من يا رب العالمين اللهم صل على محمد وعلى آل محمد അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരോ രേഷ്മ കൈ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തേലും പറയണോ രേഷ്മ? ഓക്കെ. അൽഹംദുലില്ലാ الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا من يا رب العالمين اللهم صل على محمد وعلى ال محمد الحمد لله رب العالمين الحمد لله നമ്മളൊരു പുതിയൊരു ബാച്ചിലേക്ക് പുതിയൊരു മീറ്റിംഗിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഇരുത്തവും ഈ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും തൃപ്തിപ്പെട്ട ഭാഷയാണ് അറബിക് ലാംഗ്വേജ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഭാഷ അറബിക് ലാംഗ്വേജിനെ കുറിച്ചാണ്, അറബിക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഖുർആൻ ഇറങ്ങിയത് അറബിയിലാണ്. ഖുർആന്റെ ഭാഷ അറബി ലാംഗ്വേജ് ആണ്. ജനങ്ങൾക്ക് എളുപ്പമാക്കിയതും അറബി ലാംഗ്വേജ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അറബി ലാംഗ്വേജ് നമുക്ക് ഏറ്റവും ഈസി ആക്കിയിട്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ വെച്ചിട്ടുള്ളത്. അത് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ എത്ര തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ഈസിയാക്കി തരുന്നത്. അല്ലാതെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടുന്നതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ തൃപ്തിപ്പെടണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് നിയ്യത്തുകൾ വെക്കണം. നമ്മൾ ഒരുപാട് നന്മയിൽ മുന്നേറണം. നമ്മുടെ ചിന്തകൾ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടുന്നതാവണം. നമ്മളെ ചിന്തയിലെ എല്ലാ അഴുക്കുകളും നമ്മൾ നീക്കിക്കളയണം. എന്തൊരു കാര്യം പഠിക്കുകയാണെങ്കിലും എന്തൊരു ഇൽമിന്റെ മജ്‌ലിസിലേക്ക് നമ്മൾ കയറുകയാണെങ്കിലും നമ്മുടെ നെയ്യത്ത് ഏറ്റവും നന്നാക്കിയിട്ട് പ്യുവറാക്കി വെച്ചാൽ മാത്രമേ അത് പൂർത്തിയായി കിട്ടുള്ളൂ അല്ലെ. നമ്മളെ ഓരോ നെയ്യത്തിനനുസരിച്ചാണ് നമ്മുടെ എൻഡിങ് കറക്റ്റ് ആവുക. നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും നെയ്യത്ത് കറക്റ്റ് അല്ലെങ്കിൽ അത് എൻഡിങ് കറക്റ്റ് ആവില്ല. നമ്മളിപ്പം ഉദാഹരണമായിട്ട് നമ്മള് പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലെ, 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. നമ്മുടെ കൂടെ എത്ര കുട്ടികളുണ്ട്? അന്ന് നമ്മളെ കൂടെ ഇരുന്ന എത്ര കുട്ടികളുണ്ട്? ഒരു ഒരു ആവറേജ് ഒരു 30 കുട്ടികളെങ്കിലും നമ്മുടെ കൂടെ ഇരുന്നിട്ടുണ്ടാവും അല്ലെ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ആ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച് പാസ്സായി ഏറ്റവും ഉയർന്ന മാർക്കോട് കൂടി പാസ്സായ ആളുകളുണ്ടാവും, ഏറ്റവും ലോ ലെവലിൽ പാസ്സായ ആൾക്കാരുണ്ടാവും അല്ലെ. അതില് ഏത് ആൾക്കാരാണ് വിജയിച്ചതായിട്ട് നിങ്ങൾ അവരിൽ കണ്ടത്? ഈ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു കുറെ കാലങ്ങൾ കഴിഞ്ഞു നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നു. അവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പം നിങ്ങളെ കണ്ണില് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിൽ ഇവർ വിജയിച്ചു എന്ന് തോന്നിയ എത്ര ആൾക്കാരുണ്ട് ഈ 10th സ്റ്റാൻഡേർഡ് പാസ്സായി വന്ന ആളുകളിൽ? അവരൊക്കെ വിജയിച്ചവരാണ് എന്ന് നിങ്ങൾക്ക് ദുനിയാവിന്റെ കാര്യം തന്നെ അവർ വിജയിച്ചവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ എത്ര ആൾക്കാർ അതിലുണ്ട്? നിങ്ങൾക്ക് പോലും എണ്ണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ. ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും, ചിലപ്പം 1, 2, 3 ആളുകളെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതാണ് ദുനിയാവില് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമ്മളെ നെയ്യത്ത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ പൂർത്തീകരണവും നമുക്ക് സന്തോഷിക്കാവുന്ന രീതിയിലുള്ള പൂർത്തീകരണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നെയ്യത്തിനാണ് പ്രാധാന്യം. നമ്മൾ പഠിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ നെയ്യത്ത് ശരിയായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് നമ്മളെ ആ ഒരു എൻഡിങ് കറക്റ്റ് ആവാൻ ഏറ്റവും ആവശ്യം. അതിപ്പോ ജീവിതത്തിലായാലും വിവാഹത്തിലായാലും മക്കളെ കാര്യത്തിലായാലും നമ്മളെ നെയ്യത്ത് ശരിയായിരിക്കണം. നമ്മൾ ചെയ്യുന്ന നെയ്യത്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റബ്ബിനെ തൃപ്തിപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരാളെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടോ അല്ലാതെ നമ്മളെ തന്നെ
പോളിഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു എൻഡിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഇവിടെയും നിങ്ങൾക്ക് തരാനുള്ള നസീഹത്ത് അതാണ്. നിങ്ങളെ ജീവിതത്തില് നിങ്ങളെ നിങ്ങളെ ഒരു ഒരു എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു തീരുമാനങ്ങൾ എപ്പോഴും കറക്റ്റ് ആക്കി വെക്കുക. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുത്തണം ആദ്യം. ഖുർആന് മനസ്സിലാക്കണം. പിന്നെ ജനങ്ങളോട് സംസാരിക്കുന്ന ഭാഷ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ എനിക്ക് പഠിക്കണം. അതിനു വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്യുക. അറബി ഭാഷയെക്കാളും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാവുന്നതായിരിക്കണം നമ്മുടെ സംസാര ഭാഷ. അത് ഏത് തരത്തിലാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പം മറ്റുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കണം. അത് അത് ഉമ്മാനോട് സംസാരിക്കുമ്പോഴായാലും ഭർത്താവിനോട് സംസാരിക്കുമ്പോഴായാലും നമ്മൾ എന്ത് തന്നെ വഴക്ക് കാണിക്കുകയാണെങ്കിലും നമ്മൾ ഒച്ച വെക്കുകയാണെങ്കിലും അതിനും ഉണ്ടൊരു മനോഹരം. അതും ഒരു മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ വഴക്കടിക്കായിരിക്കും, നമ്മൾ ചീത്ത പറയുകയായിരിക്കും, ചിലങ്കിൽ നമ്മൾ ഒച്ച വെക്കുകയായിരിക്കും. എല്ലാത്തിനും ആ ആ നെയ്യത്ത് മനസ്സിലാവണം. നമ്മളെ നെയ്യത്ത് ശരിയാണെങ്കിൽ മാത്രമേ കേൾവിക്കാരനും അത് തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തുണ്ടാവും? അവർക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മള് ജീവിതത്തിലെ പലതും കുടുംബ ജീവിതങ്ങളിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ നെയ്യത്ത് ശരിയല്ലാതെ നമ്മൾ സംസാരിച്ചത് കൊണ്ടാണ് പല കുടുംബ ജീവിതങ്ങളും തകർന്നു പോകുന്നത്. നമുക്ക് നെയ്യത്ത് തെറ്റാണ്. അതുകൊണ്ടാണ് നമ്മളെ സംസാരം അവര് തൃപ്തിപ്പെട്ട് സ്വീകരിക്കാതെ പോകുന്നത്. നമ്മള് ഒരു കുടുംബത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് രീതിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കളോ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളോട് നല്ല രീതിയിലാവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഈ ദുനിയാവ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൈബിയായിട്ട് നമ്മളെ എല്ലാവരെയും നമ്മുടെ നഫ്സിനെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഒരിക്കലും. ആലമുൽ അർവാഹിൽ വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നഫ്സിനെ ഒരുമിച്ച് കൂട്ടിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ ഒരുമിച്ച് കൂട്ടിയപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അന്ന് നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നും നമുക്ക് നിൽക്കാൻ പറ്റും. അന്ന് നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നും നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. നമ്മളെ നെയ്യത്ത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇന്ന് നിൽക്കാൻ പറ്റാത്തത്. നമുക്ക് കുടുംബങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാൻ പറ്റാത്തത്. അപ്പം സംസാര ഭാഷ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. സംസാര ഭാഷ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് ചിരിച്ചുകൊണ്ടും ആളുകളെ വഴക്ക് പറയാം, ദേഷ്യപ്പെട്ടുകൊണ്ടും വഴക്ക് പറയാം, കരഞ്ഞുകൊണ്ടും വഴക്ക് പറയാം. പക്ഷെ ആളുകൾ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യൽ എപ്പോഴായിരിക്കും? നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ വഴക്ക് പറയുന്നതായിരിക്കും അല്ലെ? നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണ് നമ്മൾ ആളുകളെ വഴക്ക് പറയുന്നതെന്നുണ്ടെങ്കിൽ ആളുകൾ അത് സ്വീകരിക്കും. കാരണം നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷ അവർക്ക് മനസ്സിലായി. എന്നാൽ ബാക്കി എല്ലാ തരത്തിലും നമ്മൾ വഴക്ക് പറഞ്ഞാലും ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അതൊന്നും ആളുകൾ ഇഷ്ടപ്പെടുന്നതല്ല. എപ്പോഴും മനുഷ്യന് ഇഷ്ടപ്പെടുന്നത് അവന്റെ ഉള്ളിൽ അവന് ആക്സെപ്റ്റ് ചെയ്യുന്നത് അവന്റെ കാന്തിക തരംഗങ്ങളെ ഒരുമിച്ച് ചേരുന്നത് സന്തോഷങ്ങളിലായിരിക്കുമ്പോഴാണ്. കണ്ടില്ലേ, സന്തോഷിച്ചിരിക്കുമ്പോ കല്യാണങ്ങൾ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? എല്ലാരും ഭയങ്കരമായിട്ട് ഒരുമിച്ച് ചേരുന്നുണ്ട് അല്ലെ? അത് സന്തോഷത്തിലായിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സന്തോഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് ആളുകളുമായിട്ട് സംസാരിക്കുക. നമ്മുടെ ഹൃദയം സന്തോഷത്തിലായിക്കൊണ്ട് ആളുകളോട് സംസാരിക്കുക. അപ്പൊ ഭാഷ പഠിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കണം? നെയ്യത്ത് കറക്റ്റ് ആയിരിക്കണം, നെയ്യത്ത് പ്യുവർ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ മുന്നിട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തിയാക്കി തരിക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. ഇതിൽ കൂടെ നമ്മൾ തുടങ്ങുകയാണ്. TQ എഡ്യൂടെക്കിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. TQ എഡ്യൂടെക് നമ്മള് നിങ്ങൾ ആരെങ്കിലും വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ വെബ്സൈറ്റ് നോക്കണം. നമ്മളെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ട്. സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തതും ഈ ഗ്രൂപ്പ് നിലനിൽക്കുന്നതും. സ്ത്രീകൾ മാത്രമാണ് ഇതിലുള്ളത്. പിന്നെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ ഒക്കെ പഠിക്കണം, വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ആഗ്രഹിച്ച് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിജാൽ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഭാഗത്തായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിക്കൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് നിലനിൽക്കുന്നത്. അവരുടെ മക്കളും അവരുടെ കുടുംബങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ കൂടെ ഈ ഒരു ജേണിയിലുള്ളത്. അപ്പൊ നിങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഒരു
ഈ ഒരു സമയം വിനിയോഗിക്കുന്നത്. ഇൻഷാ അല്ലാ ബീദില്ല. ജീവിതത്തില് നിങ്ങൾക്ക് തരാനുള്ള നസീഹത്ത് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ പ്രാർത്ഥന മുറുകെ പിടിക്കണം ജീവിതത്തില്. നിങ്ങൾക്ക് എവിടെയും വിജയിക്കാൻ പറ്റും. എന്റെ പേഴ്സണലായിട്ട് ഞാൻ പറയാണ്. നമ്മള് പ്രാർത്ഥന ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ മുന്നില് ബ്ലാങ്ക് ആയിരിക്കും ലൈഫ്. പക്ഷെ എന്നാലും പ്രാർത്ഥന നിങ്ങൾ മുറുകെ പിടിക്കും. ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്കൊന്നും അറിയുന്നില്ല, നിങ്ങൾക്ക് ഒരു വഴിയും തുറക്കുന്നില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് അല്ലെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിക്കാൻ നമ്മളെ റബ്ബിനെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഒന്നും ഇല്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ബാക്കി എല്ലാം ഉണ്ടാക്കി തരാൻ ആ ഒരു പ്രാർത്ഥന മതിയാവും. അത് പക്ഷെ ആത്മാർത്ഥമായിരിക്കണം. അതാണ് പറഞ്ഞത് നെയ്യത്ത് ശരിയാക്കണം എന്ന്. ആത്മാർത്ഥമായിട്ടായിരിക്കണം നിങ്ങൾ ദുആ ചെയ്യുന്നത്. നിങ്ങളുടെ എന്ത് സ്വപ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മതിയായവനാണ്. ഈ ലോകത്തിന് ഇങ്ങനെ സൃഷ്ടിച്ചു വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്, ഈ ഒരു കുഞ്ഞു കേരളത്തിന് ഇത്രയും ഭംഗിയിൽ ഇത്രയും മഴയും എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വിറ്റ്സർലൻഡിനെ അതിനേക്കാളും ഭംഗിയാക്കിയിട്ട് സൃഷ്ടിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ജീവിതത്തിലെ ഓരോ മനുഷ്യനും ആവശ്യമായിട്ടുള്ളത് നൽകാനും ഈ റബ്ബ് തന്നെ മതി. എന്റെ റബ്ബ് അതിന് മതിയായവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റബ്ബിനോട് നിങ്ങൾ ചോദിക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റബ്ബ് തരുന്നതും കറക്റ്റ് ആയിരിക്കും. ഫോക്കസ് ശരിയല്ലാതെ, നമ്മളുടെ ആ ഒരു നെയ്യത്ത് ശരിയല്ലാതെ നമ്മളിങ്ങനെ പലതിലും ചെതറിക്കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ശരിയാവില്ല. ഒന്നിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളിപ്പോ എന്തിനാ വന്നത്? നിങ്ങൾ അറബി ഭാഷ പഠിക്കാനാണ്. അപ്പൊ അറബി ഭാഷ പഠിക്കാൻ വന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് എന്തായിരിക്കണം? ഈ ഭാഷ തന്നെ ആയിരിക്കണം. നിങ്ങളെ സ്വപ്നത്തിലും നിങ്ങളെ ജീവിതത്തിലും നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങൾ മനസ്സിൽ ഈ അറബി ഭാഷയിൽ സംസാരിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നു. നിങ്ങളെ ആ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? അത് പൂർത്തീകരിക്കപ്പെടുള്ളൂ. അതിനാദ്യം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല ഭംഗിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമസ്കരിക്കുക. നിങ്ങൾ ഇതുവരെ നിസ്കരിച്ച രീതിയിലല്ല നിങ്ങൾ നിസ്കരിക്കേണ്ടത്. നിങ്ങൾ ചിലപ്പം നിങ്ങൾ നിസ്കരിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ മരണത്തിലേക്ക്, നിങ്ങളെ മയ്യത്ത് നമസ്കാരത്തിൽ എങ്ങനെയായിരിക്കും? നമ്മളെ മയ്യത്ത് നമസ്കാരത്തിൽ എങ്ങനെയായിരിക്കും നമസ്കരിക്കുക ആളുകൾ? ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും അല്ലെ? നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും, നമ്മളെ ചിലപ്പം നമ്മളെ മാതാപിതാക്കളായിരിക്കും, നമ്മളെ മക്കളായിരിക്കും, നമ്മളെ സഹോദരങ്ങളായിരിക്കും, നമ്മളെ സ്നേഹിക്കുന്നവരാരെങ്കിലും ആയിരിക്കും നമ്മളെ മുന്നിൽ നിർത്തിയിട്ട് നമുക്ക് വേണ്ടി നമസ്കരിക്കുക. അവരെങ്ങനെയാ നമസ്കരിക്കുക? ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും അല്ലെ? അവര് ഭയങ്കര മനസ്സിൽ അത്രയും സ്നേഹിച്ചുകൊണ്ടും അവരത്രയും പ്രയാസപ്പെട്ടുകൊണ്ടുമായിരിക്കും അവർ നമസ്കരിക്കുന്നത്. അതുപോലെ ആയിരിക്കും നമ്മുടെ ദുനിയാവിലെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ സാധാരണ നമസ്കരിക്കുന്ന ഒരു നമസ്കാരമേ അല്ല നമ്മള് ഒരാവശ്യത്തെ ചോദിച്ചുകൊണ്ട് നമസ്കരിക്കേണ്ടത്. അതിൽ നമ്മൾ നല്ല ഫോക്കസ്ഡ് ആയിരിക്കണം അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ആ 2 റക്അത്ത് നമസ്കാരം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പൂർണ്ണമായിട്ടും മുനാജാത്തിലായിരിക്കണം സംസാരിക്കുന്നത്. അള്ളാഹ് എനിക്കിത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെന്ന് നമ്മുടെ റബ്ബിന് തോന്നണം. ആ കാര്യം നമ്മൾ ചോദിക്കുമ്പം ആ ചോദിക്കുന്ന കാര്യം റബ്ബിനും തോന്നണം എന്ത്? നമുക്കത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് വേണമെങ്കിൽ തന്നേക്ക്, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, ഇതാണെങ്കിൽ നല്ലതാണെങ്കിൽ തന്നേക്ക്, ഇതില്ലെങ്കിൽ നല്ലതാണെങ്കിൽ തരണ്ട. ആ ലെവലിലായിരിക്കരുത് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എപ്പോഴും എന്തായിരിക്കണം? ഫോക്കസ്ഡ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, ഫോക്കസ്ഡ് ആയിട്ട് ചോദിക്കണം. അത് മാത്രമല്ല, നിങ്ങള് ആത്മാർത്ഥത നിങ്ങളുടെ ഉള്ളില് നല്ലോണം വേണം. ഇങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ 2 റക്അത്ത് എനിക്കിത് കിട്ടണം, എനിക്കിത് ആവശ്യമുണ്ട് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം ഒരു ദുആ ഉണ്ട്, ഇസ്തിഖാറ ദുആ എന്ന് പറയും. ഓക്കെ, ഇസ്തിഖാറ ദുആ എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു കാര്യം ചോദിച്ചാല് അതൊരിക്കലും അല്ലാഹ് തട്ടൂല എന്നാണ്. അത് എങ്ങനെയും നമ്മളിലേക്ക് കടന്നു വരും. അത് ഏത് വഴിയിലൂടെ നിന്നില്ല, അത് ഏത് വഴിയിലൂടെയും കടന്നു വരും. നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് കാന്തിക തരംഗങ്ങളാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മള് പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും.
ശബ്ദം എന്ന് പറയുന്നത് കാന്തിക തരംഗങ്ങളാണ് അല്ലെ. അതിങ്ങനെ പുറത്തേക്ക് പ്രവഹിക്കുമ്പം ആ കാന്തിക തരംഗങ്ങൾ ദുനിയാവില് ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ തരംഗങ്ങള് നമ്മളെ ആവശ്യത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മളെ അതിലേക്ക് അടുപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തെ ചോദിക്കുമ്പം ശരിക്കും വ്യക്തമായിരിക്കണം, അത് ഫോക്കസ്ഡ് ആയിരിക്കണം, അത് കറക്റ്റ് വേർഡിങ്സിൽ നിങ്ങൾ ചോദിക്കണം. എനിക്ക് ഇന്ന കാര്യം ഇന്ന സമയത്തിനുള്ളിൽ വേണം. ഇപ്പൊ നമ്മൾ എന്തിനാ വന്നത്? നമ്മൾ 6 മാസത്തിന്റെ ഉള്ളില് അറബിക് ലാംഗ്വേജ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അത് തന്നെ ചോദിക്കണം. 6 മാസം കൊണ്ട് ഈ അറബിക് ലാംഗ്വേജ് എനിക്ക് പഴക്കി തരണേ റബ്ബേ. ഇതില് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കുന്ന പണം ആത്മാർത്ഥമായി കൊണ്ടാണ്, ഈ കാര്യത്തിലേക്ക് വേണ്ടി ഞാൻ മുന്നിട്ടിരിക്കുന്നത് ആത്മാർത്ഥമായി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നൽകിയ ഈ ഒരു മുഅല്ലിമ, എനിക്ക് നൽകിയ ഒരു ടീച്ചർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു കാര്യമാണ് അല്ലെ. അത് എനിക്ക് എന്റെ മനസ്സിനെ ഇണക്കി തരികയും അവരെ എനിക്ക് ഇണക്കി തരികയും അള്ളാഹു ഇതിലൂടെ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അമൽ എനിക്ക് നേടിയെടുത്ത് തരികയും അതെനിക്ക് ദുനിയാവിലും ആഖിറത്തിലേക്കും എനിക്ക് എന്തായിരിക്കണം, എനിക്ക് അത് നന്മയാക്കി എന്നിലേക്ക് നൽകുകയും ചെയ്യണം. അതാണ് ഇസ്തിഖാറ ദുആയുടെ അർത്ഥം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ചോദിക്കുന്നത് എനിക്കിത് നന്മയാണെങ്കിൽ, എനിക്ക് ദുനിയാവിലേക്ക് നന്മയാണെങ്കിൽ, എനിക്ക് ആഖിറത്തിലേക്ക് നന്മയാണെങ്കിൽ അള്ളാഹുവെ എനിക്കത് എത്തിച്ചു തരണേ എന്നാണ് ദുആ. അത് എത്തിച്ചു കിട്ടാനാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. അത് പൂർത്തിയായി കഴിഞ്ഞ് നിങ്ങൾ ആ 2 റക്അത്ത് നമസ്കരിച്ച് നമസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിലാണ് നിങ്ങൾ ആ ദുആ ചെയ്യുന്നതെങ്കിൽ അതാണ് ഏറ്റവും ഹൈർ. അത്തഹിയാത്തിന്റെ അവസാനത്തിൽ ആ ദുആ ചെയ്തതിന് ശേഷം സലാം വിട്ട് അത് നമസ്കാരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ദുആ ചെയ്യണമെങ്കിൽ ദുആ ചെയ്യും. പക്ഷെ ഏറ്റവും നല്ലത് ആ തെഹിയാത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ആ ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ചോദിക്കേണ്ട ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് നിങ്ങൾ ഇത് ചോദിക്കണം. അത് വ്യക്തമായിട്ടാണ് ചോദിക്കേണ്ടത്. ഒരിക്കലും ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പോയി നിന്നിട്ട് വ്യക്തമല്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം പൂർണ്ണമാക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയണം. എന്റെ റബ്ബിന് എന്റെ മനസ്സിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടും അറിയണം. അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ന് ചോദിക്കുന്നു അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കി. നിങ്ങൾ ചോദിക്കുന്നത് വ്യക്തമായിട്ടും ഏറ്റവും ആത്മാർത്ഥതയോട് കൂടിയിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ചോദിച്ചാല് ആ ചോദ്യം ഒരിക്കലും തള്ളപ്പെടില്ല. ഒരിക്കലും തള്ളപ്പെടില്ല. പേഴ്സണലായിട്ട് പറയാണ്, ഒരിക്കലും എന്റെ റബ്ബ് അത് അവന്റെ ഒരു അടിമക്കും അത് തള്ളപ്പെടൂല. അതിനേക്കാളും ഹൈറായത് ചിലപ്പോൾ തരും, അല്ലെങ്കിൽ അത് തന്നെ തരും, അല്ലെങ്കിൽ അത് പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു വെക്കും. പരലോകത്തേക്ക് വേണ്ടി എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ മരണമായിരിക്കും പിന്നീട് ഏറ്റവും അടുത്തതായിട്ട് നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ ദുനിയാവിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തിയാക്കി തരും. നമ്മുടെ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റവും നന്നായിട്ട് പൂർത്തിയാക്കി തരും. ഞാൻ അറിയുന്ന ഒരാള്, അയാളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അയാൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അയാൾ രണ്ടാമത് വിവാഹം കഴിക്കാനും അതിലൂടെ കുട്ടികൾ ഉണ്ടാവാനും ഒരുപാട് അയാൾ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഒരിക്കലും അത് വിജയിച്ചിട്ടില്ല. അയാള് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും, അപ്പോഴൊക്കെ ഓരോ തടസ്സങ്ങൾ. ഒരുപാട് ഒരു വലിയൊരു ആലിമാണ്. ഒരുപാട് ശ്രമിച്ച് അദ്ദേഹത്തിന് കഴിയാതായിട്ട് അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചു. അയാൾക്ക് കുറച്ച് പ്രായമായി, അയാൾ വേണ്ടാന്ന് വെച്ചു അത്. പക്ഷെ അയാളുടെ പ്രാർത്ഥന അയാൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അയാളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം അയാൾക്ക് വരികയാണ്, അയാളുടെ കുടുംബത്തിന് വരികയാണ്. അങ്ങനെ അയാൾ ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിലൂടെ അയാൾക്ക് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന നെയ്യത്ത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനെ ഒരുക്കി തരും. അത് എപ്പോഴാണ് എന്താണ് എന്നുള്ളതല്ല, അത് അതിലേക്ക് എത്തുക തന്നെ ചെയ്യും. നമ്മൾ അതിലേക്ക് എത്തുക തന്നെ ചെയ്യും. അത് അത്രയും ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ്. അത് ഒരിക്കലും ഒരു ആത്മാർത്ഥത ഇല്ലാത്തൊരു പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തൂല. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് എത്തൂല. അപ്പം അങ്ങനെ ഇത്രയും ഒരു വലിയ വലിയ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ലോകത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക, ദുആ ചെയ്യുക, ആത്മാർത്ഥമായിട്ടും ഇതിലേക്ക് മുന്നിടുക. ഈ ഒരു 6 മാസം
ടൈം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നടത്തി തരണം എന്നുള്ള പ്രാർത്ഥനയാണ് അല്ലെ. നടത്തി തരണം എന്നുള്ള പ്രാർത്ഥനയാണ്. ആ നടത്തി തരണം എന്നുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വേണം. പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. വഴിയിൽ വെച്ചിട്ട് വേറൊരു കാര്യം ഉണ്ടായി, ഒരു യാത്ര ഉണ്ടായി, അവിടെ ഒന്നുണ്ടായി, അതൊന്നും അതിൽ ബാധകല്ല. കാരണം നിങ്ങൾ നെയ്യത്ത് കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞത് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടേബിൾ ഒരുക്കണം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കണം. നിങ്ങൾ പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൺമുമ്പിൽ കാണണം. നിങ്ങൾ ഇടക്കിടക്ക് നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കി വെക്കണം. ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ഞാനത് പഠിച്ചെടുക്കും, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഈ ഭാഗം ക്ലിയർ ചെയ്യും, ഇത്ര സമയത്തിന്. നമ്മൾക്ക് എപ്പോഴും ഫോക്കസ്ഡ് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഫോക്കസ്ഡ് ആയിക്കൊണ്ട് തന്നെ പഠിച്ചാൽ ഈ 6 മാസം കൊണ്ട് ബിഇദ്നില്ലാ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. കാരണം നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത് ഏറ്റവും നല്ലൊരു മുഅല്ലിമയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അവരാണെങ്കിലോ നേറ്റീവ് സ്പീക്കറെ പോലെ അറബിക് ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ടീച്ചർ നേറ്റീവ് സ്പീക്കറായിട്ട് നിങ്ങളോട് അറബിക് ലാംഗ്വേജ് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾക്ക് എന്താ തടസ്സമുള്ളത്? നിങ്ങളത് പഠിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ തടസ്സമുള്ളൂ അല്ലെ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം തുറന്നു തന്നു എന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് അവിടെ എന്താ പ്രയാസമുള്ളത്? നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ നഫ്സ് തന്നെയാണ് ഇനി പ്രയാസപ്പെടുന്നത്. ആ നഫ്സിനെ നിങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുകളിലെ ബാധ്യത. നിങ്ങളുടെ ഉള്ളിലും ഒന്നുണ്ട്, നിങ്ങളുടെ പുറത്തും ഒന്നുണ്ട്. ഈ പുറമേയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കി കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ നഫ്സ് എന്താക്കുള്ളൂ? പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. നിങ്ങളെ പുറമേയുള്ള ഭാഗം, നിങ്ങളുടെ നിങ്ങളുടെ വീടിന്റെ ഇപ്പൊ കാണുന്ന വഴികള്, യാത്രകള്, നിങ്ങളിപ്പോ ഇതിലേക്ക് വന്നിരുന്നത്, നിങ്ങൾ ആരും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടല്ലല്ലോ വന്നിരുന്നത്. ഓരോരുത്തരെയും കോൾ ചെയ്ത് വിളിച്ചിട്ടല്ലേ നിങ്ങളൊക്കെ വന്നിരുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങളെ ആത്മാർത്ഥത അവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങളിൽ പലരിലും ഇപ്പോഴും ആത്മാർത്ഥത എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങളെ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ട ആവശ്യം വന്നത്. അല്ലായിരുന്നുവെങ്കിൽ രാവിലെ 10:30 ഇന്ന് ഞായറാഴ്ച എനിക്ക് ക്ലാസ് ഉണ്ട് എന്ന് നിങ്ങൾ അലാറം വെച്ചിരുന്നെങ്കിൽ, ഇന്നലെ രാത്രി തന്നെ നിങ്ങളത് നെയ്യത്തായിട്ട് നിങ്ങളത് എഴുതി വെച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ രാവിലെ 10:30 നീറ്റിട്ട് ഇവിടെ വന്നിരിക്കും. നിങ്ങൾ ആരും വിളിക്കേണ്ട കാര്യമില്ല. നമ്മളെ തഹജ്ജുദിന് ആരെങ്കിലും വിളിച്ചിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്? ഒരാളെയും വിളിച്ചിട്ടില്ല അല്ലെ തഹജ്ജുദിന് എണീക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ നെയ്യത്താണ്. ആ നെയ്യത്ത് നമ്മൾ പൂർത്തിയാക്കാൻ നമ്മൾ എന്തായാലും എഴുന്നേൽക്കും. അതുപോലെ തന്നെയാണ് ഈ അറബി ഭാഷ പഠിക്കാനും വേണ്ടിയിട്ട് വരുന്നത് നിങ്ങളുടെ നെയ്യത്താണ്. ആ നെയ്യത്ത് പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ അലാറം വെക്കണം. നിങ്ങൾ സ്വയം തീരുമാനിക്കണം. തീരുമാനിക്കുന്നത് അപ്പോഴല്ല, നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ അലാറം വെച്ച് കേട്ട് കിടന്നുറങ്ങല്ല. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ ഡയറി എഴുതണം. നാളെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ്, നാളത്തെ എന്റെ ടാർഗറ്റുകൾ ഇന്നതാണ് എന്ന് തലേന്ന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റണം. അതാണ് ഫോക്കസ്ഡ് ആയിരിക്കണം ലൈഫ് എന്ന് പറയുന്നത്. നാളത്തെ ലൈഫ് എന്താണെന്നുള്ളത് ഇന്ന് നമ്മൾ എഴുതി വെക്കണം. അതിന്റെ ഇടയിൽ പെട്ടെന്ന് വരുന്ന അവിചാരിത കാര്യങ്ങൾ അത് വേറെ. എന്നാലും എഴുതി വെച്ചാല് ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളത് എന്താവും, കറക്റ്റ് ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ശനിയാഴ്ച വൈകുന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കണം, നിങ്ങൾക്ക് ഞായറാഴ്ച ഈ രാവിലെ 10:30 ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് എന്റെ ദുനിയാവിന്റെ വിജയത്തിനുമാണ്, ആഖിറത്തിലെ വിജയത്തിനുമാണ്. അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൂടി മുനാജാത്ത് ചെയ്യാവുന്ന ഭാഷയാണ് എന്ത്? അറബിക് ലാംഗ്വേജ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടികർത്താവിനോട്, നമ്മളെ സൃഷ്ടിച്ചവനോട് സംസാരിക്കാവുന്ന ഏറ്റവും നല്ല ഭാഷ അറബി ലാംഗ്വേജ് ആണ്. അതുകൊണ്ടല്ലേ നമസ്കാരത്തിൽ നമ്മളോട് അറബിയിൽ തന്നെ നമ്മളോട് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ പറയുന്നത്? എന്തിനാണ് ഉലമാക്കൾ എപ്പോഴും പറയുന്നത് നിങ്ങളെ പ്രാർത്ഥന അറബിയിലായിരിക്കണമെന്ന്? കാരണം ആ ഭാഷയില് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഏറ്റവും വേഗത്തില് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കാൻ നിങ്ങൾ ഈ അറബി ഭാഷയെ ഉപയോഗിക്കുക. പിന്നെ ദുനിയാവിന്റെ കാര്യങ്ങൾ, അടുത്തത് മാത്രമാണ് ദുനിയാവിന്റെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് നെയ്യത്ത് കറക്റ്റ് ആക്കണം എന്ന് പറഞ്ഞത്. ആദ്യം നിങ്ങൾ അള്ളാഹുവിനോടുള്ള മുനാജാത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിനെ തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് എന്താണ്? ദുനിയാവിലെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ചിലപ്പം ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ് ആയിരിക്കാം, എന്ത് തന്നെ ആവട്ടെ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ ഉപയോഗിക്കാം. അപ്പൊ
നിങ്ങൾ നിയ്യത്ത് ശരിയാക്കുക, നിങ്ങളുടെ വിജയത്തെ നേടിയെടുക്കുക. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. ഈ ഒരു നെയ്യത്ത് നിങ്ങൾ ഫോക്കസ് ആക്കുക. ഇതാണ് നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ നെയ്യത്ത്. അതിനുശേഷം നിങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നത്, ആ വന്നിരിക്കുന്ന സ്ഥലത്തിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മള് TQ എജ്ടെക് 10 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പഠന സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമുകളായിരുന്നു. പക്ഷെ പിന്നീട് 4-5 വർഷമായിട്ട്, അതായത് കൊറോണയ്ക്ക് ശേഷം നമ്മൾ കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ കൂടെ ഏകദേശം 80-ലധികം ടീച്ചേഴ്സും 2000-ഓളം സ്റ്റുഡൻസും പഠിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് TQ എജ്ടെക്. നിങ്ങളെ ഫസ്റ്റ് ബാച്ചാണ് സ്പോക്കൺ അറബിക്കിന്റെ. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ബാച്ചായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിലേക്ക് വരുന്നതും എത്രയോ പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് തുറന്നു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നെയ്യത്ത് പൂർത്തിയാക്കി തന്നത് ഇന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും ഇത്രയും ടൈം എടുത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തിയാക്കി തന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ 6 മാസം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് പൂർത്തിയാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടിയ ഈ ടൈമിംഗ് ഇനി നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ടൈം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ ലേണിംഗ് ട്രാക്കിലെ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് മർക്കസ് ആയിഷ, അതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പ് IQL, പിന്നെ ഉള്ളത് IAM എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ മർക്കസ് ആയിഷിന്റെ കീഴിലായിട്ടാണ് എല്ലാ ഇസ്ലാമിക് പ്രോഗ്രാമുകളും നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്, കോഴ്സുകളും നടത്തിക്കൊണ്ടു പോകുന്നത്. IQL ഇന്റർനാഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പിന്റെ കീഴിലായിട്ടാണ് ദുനിയാവിയായിട്ടുള്ള എല്ലാ കോഴ്സുകളും, അതായത് ഇപ്പം MTTC ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് ഇന്റർനാഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പിന്റെ കീഴിലായിക്കൊണ്ടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് മാനേജ്മെന്റിന്റെ കീഴിലായിക്കൊണ്ടാണ് നമ്മൾ പിന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അതായത് പിന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പഠന സംവിധാനങ്ങൾ IAM-ന്റെ കീഴിലായിക്കൊണ്ടാണ്. അതായത് ഇപ്പം ACCA, CA, CMA, ഡിഗ്രി കോഴ്സുകൾ, ഇതൊക്കെ IAM-ന്റെ കീഴിലായിക്കൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. മർക്കസ് ആയിഷയില് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് കിഡ്സ് സെഷനുണ്ട്, ഒന്ന് ലേഡീസ് സെഷനുണ്ട്. നിസാബ് റിജാൽ ബാച്ചുകളാണ് ലേഡീസ് സെഷനിലുള്ളത്. അതിൽ നിങ്ങൾ നിസാബ് ബാച്ചിന്റെ കീഴിലായിക്കൊണ്ടാണ് ഇപ്പം വന്നിട്ടുള്ളത്. അതില് പിന്നെ ബൈറുഹ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഖുർആന് തദബ്ബർ ചെയ്യുന്ന 4 വർഷത്തെ കോഴ്സ് ഉണ്ട്. അത് ഫാത്തിമ ഷെറിൻ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചിലപ്പോൾ ഫാത്തിമ ഷെറിന് പിന്നെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന അവരാണ് ബൈറൂഹ എടുക്കുന്നത്. അതിൽ ഫാമിലി പ്ലേസ് ഉണ്ട്. അവിടെ അബ്ദുള്ള ഉസ്താദാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അബ്ദുള്ള ഉസ്താദിനെ. അതില് തഫ്സീറും തർബിയയും സീറയും ആയിട്ട് ആ ക്ലാസ് 4 വർഷത്തെ കോഴ്സായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത് അണ്ടർസ്റ്റാൻഡിങ് ഖുർആന് 3 വർഷത്തെ പിന്നെ കോഴ്സാണ്. അത് പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അറബി പഠിക്കാൻ ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞുകൊണ്ട്. അതല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ്, 3 വർഷത്തെ ഒരു കോഴ്സ് ഉണ്ട്. അതിലെ സെമിസ്റ്റർ ലെവലിൽ നമ്മൾ അത് കണ്ടക്ട് ചെയ്യുന്നത്, അത് ഹാൻഡിൽ ചെയ്യുന്നതും അത് ആരാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവർ തന്നെയാണ്. നജൂം അൽ വാഹിദ് സാറിന്റെ പിന്നെ ക്ലാസ് റൂമാണത്. അദ്ദേഹത്തിന്റെ കീഴിലായിക്കൊണ്ടുള്ള ടീച്ചേഴ്സാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഇക്ര ബാച്ചാണ്. ഇക്ര ബാച്ച് പിന്നെ ഖുർആന് തീരെ അറിയാത്തവർക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ, അതായത് അവരെന്തിനു വേണ്ടിയിട്ടാണോ വന്നത് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫോക്കസ് ആയിരിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിങ്ങിന്റെ എൻഡിങ്ങും കൂടി നമ്മൾ കണ്ടിട്ടായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്ര ബാച്ച് ഖുർആന് തീരെ അറിയാത്തവർക്ക് അക്ഷരം മുതൽ പഠിപ്പിക്കും. നമ്മള് ഖായിദ നൂറാനി വെച്ചിട്ട് പഠിപ്പിക്കും. 3 മാസം കൊണ്ട് അവർക്ക് ഖുർആന് അവർക്ക് വായിക്കാനുള്ള ലെവലിലെത്തും.
തജ്വീദോട് കൂടിയിട്ട് ഫുൾ തജ്വീദ് നമ്മൾ പഠിപ്പിച്ചിട്ടാണ് അവിടുന്ന് ഇറക്കുന്നത്. പിന്നെ അതിന്റെ ശേഷം അതിന്റെ തിലാവ 3 മാസം കൊണ്ട് നമ്മൾ പൂർത്തിയാക്കും. അത് കഴിഞ്ഞിട്ടുള്ള 3 മാസം നമ്മൾ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കൊടുത്തിട്ട് ടീച്ചറായിട്ട് നമ്മൾ എങ്ങനെ ആ കോഴ്സിനെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ അത് ജീവിതത്തിൽ പകർത്താൻ പറ്റും എന്ന രീതിയിൽ 9 മാസത്തെ കോഴ്സായിട്ടാണ് ഇക്ര ബാച്ച് പോകുന്നത്. 9 മാസം എന്ന് പറഞ്ഞാൽ 9 മാസമാണ്. അവിടെ അത് നീട്ടുകയോ വലിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. ആ 9 മാസത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇക്ര കോഴ്സ്. ഓക്കെ. പിന്നെ തൂഫത്തുൽ അത്ഫാല് ഇജാസ പ്രോഗ്രാം ആണ്, 3 മാസത്തെ കോഴ്സാണത്. പിന്നെ മോം സീക്കേഴ്സ് അത് കഴിഞ്ഞു, അത് കംപ്ലീറ്റഡ് ആയ കോഴ്സ്. പിന്നെ അലിഫ് എന്ന് പറഞ്ഞിട്ട് ഹിഫ്ള് ചെയ്യാനും അതുപോലെ തിലാവ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ലോ മൂവിങ് ആയിട്ടുള്ള ചിലവർക്ക് ഉണ്ടാവും ഖുറാനൊക്കെ സാവധാനം പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പഠിച്ചവർക്ക് റെസിറ്റേഷൻ ഒക്കെ കറക്റ്റ് ആക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഹിഫ്ള് ചെയ്യണം എന്ന്, അതിലേക്കാണ് അത് കൊണ്ടുപോവുക. ഓക്കെ. പിന്നെ നമുക്ക് വേറെ തന്നെ തിലാവന്റെ ബാച്ച് ഉണ്ട്, 4 ഇയേഴ്സിന്റെ ബാച്ച്. അതായത് ഖുറാന് തുടക്കം മുതൽ അവസാനം വരെ ഏറ്റവും സ്ലോ മൂവിങ് ആയിട്ട് അവരവരുടെ പിന്നെ ടെറിട്ടറിയിൽ നിന്നുകൊണ്ട്, അതായത് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വേഗത്തിൽ പോകുന്നതല്ല. കാരണം കുറച്ച് പ്രായമായ ആളുകൾക്കൊക്കെ ഖുറാന് ഒരു പിന്നെ ഹാഫിളത്തായ ടീച്ചറിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് വായിക്കണം, ഓതണം എന്നൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് 4 വർഷം കൊണ്ട് അവർക്ക് ഖുറാന് പൂർണ്ണമായിട്ടും ഓതി പഠിക്കുന്ന കോഴ്സ്. ആ കോഴ്സിലായിരുന്നു നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ പിന്നെ HOD ആയിട്ടുള്ള ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള പിന്നെ സനാ ജലീലൊക്കെ അതിലാണ് പഠിച്ചു വന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് അവരാണ് ഈ ഒരു നിസാരിജാൽ ബാച്ച് അവരാണ് പൂർണ്ണമായിട്ടും ഹാൻഡിൽ ചെയ്യുന്നത്. അതിലെ മുഅല്ലിമയാണ് നിങ്ങൾക്ക് ഇന്ന് അറബിക് ലാംഗ്വേജ് എടുക്കുന്ന മുഅല്ലിമ പിന്നെ ഫാത്തിമ ഇമ്രാൻ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഗൾഫിൽ സെറ്റിൽ ആയിട്ടുള്ള സൗദിയിൽ സെറ്റിൽ ആയിട്ടുള്ള ഈ മുഅല്ലിമയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇത്രയും ക്വാളിറ്റി നിറഞ്ഞ ടീച്ചേഴ്സും ഇത്രയും ക്വാളിറ്റി നിറഞ്ഞ ഒരു ഗ്രൂപ്പുമാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾക്ക് ഇത് വേണോ അതോ ഇതും എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി ഒരു സ്ഥലം മാത്രമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി അടുത്തതൊന്ന് പഠിക്കാൻ വേറെ സ്ഥലം തെരഞ്ഞു പോകുന്ന അവസ്ഥയിലാവണോ നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുക. ഓക്കെ. സ്പോക്കൺ അറബിക്കിലാണ് നിങ്ങളുള്ളത്. അതിൽ രണ്ട് തരത്തിലുള്ള സ്പോക്കൺ അറബിക് ഉണ്ട്. ഒന്ന് മദീന ബുക്ക് വെച്ചിട്ടുള്ള സ്പോക്കൺ അറബിക്കും പിന്നെ അറബിക് ലാംഗ്വേജ് മാത്രം പഠിപ്പിക്കുന്നത്. അതിൽ സ്പോക്കൺ അറബിക് എന്ന് പറഞ്ഞ അറബിക് ലാംഗ്വേജ് മാത്രം പഠിക്കുന്ന കോഴ്സിലാണ് നിങ്ങളുള്ളത്. നിങ്ങളെ മുഅല്ലിമ ഹാഫിളത്തായിട്ടുള്ള മുഅല്ലിമയാണ്. അത് മാത്രമല്ല അവര് നേറ്റീവ് സ്പീക്കറാണ് അറബിക് ലാംഗ്വേജില്. അതും മാത്രമല്ല അവര് ഇവിടെ നമുക്ക് ടീച്ചറായിട്ട് കുറെ കാലമായിട്ട് നമുക്ക് ടീച്ചിങ്ങിൽ അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇത് തുടങ്ങിയ അന്ന് മുതൽ ഇപ്പൊ 6 വർഷമായി അവരിന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം അത്രയും എന്താ പറയാ നമുക്ക് അവർ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു 6 വർഷമൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നത്. അവർ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അറബിക് ലാംഗ്വേജ് ആണെങ്കിലും പഠിച്ചെടുത്തതും. അവര് നേറ്റീവ് സ്പീക്കർ അല്ല ശരിക്കും, അവര് മലയാളിയായിരുന്നു, പക്ഷെ അവർ നേറ്റീവ് സ്പീക്കർ ആയിട്ട് മാറി. അപ്പൊ അതിന്റെ അർത്ഥം അവര് ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് അവർക്ക് ഉയരാൻ പറ്റിയത്. അവര് ഖുർആനെ ഹാഫിളത്തായത് അവര് ഫോക്കസ്ഡ് ആയതുകൊണ്ട്. ഫാമിലി ലൈഫ് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ്. ഓരോന്നിലും നമ്മൾ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് തന്നെ സംസാരിക്കുക, ഫോക്കസ്ഡ് ആയിക്കൊണ്ട് അതിനെ പഠിക്കുക. നിങ്ങളുടെ അടുത്ത് തരാനുള്ള നിയത്തും അത് തന്നെയാണ്. നിങ്ങൾ ഇന്ന് ഇവിടുന്ന് എടുക്കേണ്ട ടേക്ക് അവേ നോട്ടും അത് തന്നെയാണ്. എപ്പോഴും ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക. ഓക്കെ. നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. നിങ്ങൾക്കൊരു ഒരു 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 പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഒരു ആഴ്ച 2 ആഴ്ച എടുത്ത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതെന്താവും, ഫോക്കസ്ഡ് ആവും. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഇട്ട് തരും. ഓക്കെ. അത്രയും ക്ലാരിറ്റിയിലായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിജയമായിട്ട് നിങ്ങൾക്ക് കാണുള്ളൂ. ഓക്കെ. അടുത്തത് കിഡ്സ് സെഷൻ ആണ്. കിഡ്സ് സെഷന് ഈ മദ്രസയാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരു 700-800ഓളം കുട്ടികൾ ഇന്ന് ഈ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. മലയാളം ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈ മാസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ. അപ്പം ഈ ഒരു മാസം ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ രണ്ട് പുതിയ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അതില് ഈ ഒരു മാസത്തില് നിങ്ങൾക്കുള്ളത് ഇതാണ്. ഞങ്ങൾക്കുള്ളത് പിന്നെ ഇനിയൊന്നും കൂടി ഉണ്ട്. അതായത് ഈ മദ്രസിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ
ഈ മദ്രസിന്റെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കൂടി ഓപ്പൺ ആക്കുക. ഓക്കെ, അതിൽ തന്നെ ഇക്ര നേരത്തെ പറഞ്ഞ ഇക്ര പോലെ തന്നെ കിഡ്സിലും ഉണ്ട് ഇക്ര കോഴ്സ്, ഖുറാൻ മാത്രമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ്. ഒരു മിനിറ്റ്, ഇതില് ചാർജ് കുറഞ്ഞിട്ടുണ്ട് ട്ടോ. അപ്പം അൽഹംദുലില്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം ഇതിലെ മർക്കസ് ആയിഷയാണ്. മർക്കസ് ആയിഷന്റെ കിഡ്സ് സെഷനിലാണ് ഈ മദ്രസ. 8 വർഷം കൊണ്ട് നമ്മൾ മദ്രസ പഠിക്കുന്നത് പോലെ തന്നെ 8 വർഷം എടുക്കുന്ന ഒരു കോഴ്സാണ്. കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ജോയിൻ ആവാം. പിന്നെ നമ്മൾ 3 മാസം കൂടുമ്പോൾ എക്സാം ഉണ്ട്, 1 വർഷം കൂടുമ്പോൾ ഫൈനൽ എക്സാം ഉണ്ട്. പാരന്റ്സിന് പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കും. കുട്ടികൾക്ക് പിന്നെ TCക്കും ഒക്കെ നമ്മൾ അനുവദിച്ചുകൊണ്ട് തന്നെയുള്ള സലഫി ആശയത്തിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് ബുക്ക് വെച്ചിട്ട് സിലബസ് വെച്ചിട്ട് ഉള്ള പഠന സംവിധാനമാണ്. അതിന്റെ കീഴിൽ 40ഓളം ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 4 ബാച്ചുകളായിട്ട് A ബാച്ച്, B ബാച്ച്, C ബാച്ച്, D ബാച്ച്, ഒരു വർഷത്തിന്റെ ഉള്ളിൽ 4 പ്രാവശ്യമായിട്ട് നമ്മൾ പിന്നെ കുട്ടികൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ സ്കൂൾ അവേഴ്സിലാണ് നടത്തുന്നത്. ബുക്ക് നമ്മളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 1 മണിക്കൂറുള്ള ക്ലാസ് റൂം ആയിരിക്കും അത്. ഓക്കെ, വേറെ എവിടെ കിട്ടുന്നതിനേക്കാളും ഏറ്റവും ക്വാളിറ്റി ഉള്ള പിന്നെ ഈ മദ്രസ സിസ്റ്റമാണ് നമുക്കുള്ളത്. അതില് ഞങ്ങൾ അഭിമാനിക്കുന്നു. കാരണം അതും ഞാൻ പറഞ്ഞല്ലോ, ഫോക്കസ്ഡ് ആണത്. അതിലും ആ ഒരു പിന്നെ ടീച്ചിങ് പ്രാക്ടീസും ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടാണ് ടീച്ചേഴ്സിനെ നമ്മൾ വെൽ ട്രെയിൻഡ് ആക്കിയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഖുറാൻ പഠനത്തിനും അതിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു മദ്രസ പഠനത്തിനേക്കാളും ഖുറാൻ പഠനം ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ അതിനുശേഷമാണ് മദ്രസ പഠനത്തിന്റെ പഠന സംവിധാനത്തിലേക്ക് അത് കൊണ്ടുപോകുന്നത്. ഒക്കെ ഇക്ര ബാച്ച് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ സിസ്റ്റമാറ്റിക് ആയിട്ടാ, പക്ഷെ ഇതിൽ 1 വർഷം കൊണ്ടാണ് ഇക്ര ബാച്ച് പോകുന്നത്. അതിൽ 9 മാസമാണെങ്കിൽ, കാരണം കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത്രയും ടൈം വേണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, പിന്നെ ഹിഫ്ള് ചെയ്യാനും കുട്ടികൾക്ക് റെസിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനും മാത്രമായിക്കൊണ്ട് അലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാച്ചും അതിലുണ്ട്. ഓക്കെ, ഇതിൽ ഉള്ളത് സന അഹമ്മദും മുർഷിദ എന്ന് പറഞ്ഞിട്ടുള്ള 2 ടീച്ചേഴ്സാണ് ഇതിലെ HOD ആയിട്ടുള്ളത്. അതിന്റെ ഗ്രൂപ്പ് ഹെഡായിട്ടും ടീച്ചേഴ്സിന്റെ ഹെഡായിട്ടുള്ളതാണ് പിന്നെ അഫ്നാൻ എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറാണ് ഇതിന്റെ ഗ്രൂപ്പ് ഹെഡായിട്ട് നിലനിൽക്കുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഉനീസ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഉനീസ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. പിന്നെ ഫാത്തിമ തലശ്ശേരി, അവരാണ് ബൈറോഹന്റെ അഡ്മിനിസ്ട്രേഷൻ. ഫാത്തിമ കൊല്ലമാണ് കിഡ്സ് സെഷന്റെ ബാച്ചിന്റെ അലിഫിന്റെ ഗ്രൂപ്പ് ഹെഡ്. മുനവർ സുൽത്താനയാണ് പിന്നെ തഫ്സീർ ക്ലാസ്സുകളുടെ ഒക്കെ ഗ്രൂപ്പ് ഹെഡ്. ഫാത്തിമ അബ്ദുള്ളയാണ് പിന്നെ നമ്മളെ ഫാത്തിമ അബ്ദുള്ളയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഹെഡ്. അൽഫീനയാണ് IQLന്റെ ഹെഡ്. റജീലയാണ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ് റൂം ഹെഡായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ അഫ്നാന് നിങ്ങളടുത്ത് പറഞ്ഞു. സന ജലീൽ ഇപ്പൊ നിങ്ങളുടെ HOD ആയിട്ട് ഈ ഗ്രൂപ്പിന്റെ നിങ്ങളുടെ ഈ അറബിക് ലാംഗ്വേജിന്റെ ഹെഡാണ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഗ്രൂപ്പ് ഹെഡിന്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്. സന ജലീലിന്റെ അടുത്താണ് നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ടീച്ചേഴ്സിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഗ്രൂപ്പുമായിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ സന ജലീലിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ സന അഹമ്മദ് നേരത്തെ പറഞ്ഞു, മുർഷിദ നേരത്തെ പറഞ്ഞു, പിന്നെ ഫാത്തിമ അലിയ, ഫാത്തിമ MK, ഫിബ, ഫാത്തിമ കൊല്ലം, സജീന, ഡോക്ടർ നൂറ, ഡോക്ടർ സനം, എന്റെ പേര് ഫെബിൻ എന്നാണ്, ഫാത്തിമ ഷെറിന്, ഡോക്ടർ സെറീന്, അഷീദ, മുസ്ലിമ, തൻസി ആൻഡ് ഹസീന, ഇവരാണ് ക്ലാസ് റൂമുകളുടെ ഒക്കെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി ലീഡർഷിപ്പിൽ മോണ്ടിസറി സ്കൂൾ ഉണ്ട്. 2.5 വയസ്സുള്ള കുട്ടികൾക്ക് ചേരാവുന്ന മോണ്ടിസറി സ്കൂൾ ഉണ്ട്. 1 വർഷത്തെ കോഴ്സാണ്. അതും ബുക്ക് വെച്ചിട്ട് സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്ന കോഴ്സാണ്.
പിന്നെ സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ടാവില്ല, 2.5 വയസ്സിലൊക്കെ കുട്ടികളെ വീട്ടിൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കണ്ട എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന പാരന്റ്സിനൊക്കെ പറ്റിയൊരു ഇതായിരിക്കും. ഓക്കെ. പിന്നെ അതിൽ 4-5 കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുള്ളൂ. ടീച്ചേഴ്സ് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ബുക്ക് വെച്ചിട്ട് സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂമാണ് അതൊക്കെ. പിന്നെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 6 മാസം കൊണ്ട് സർട്ടിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് കയറാവുന്ന രീതിയിൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് പഠിപ്പിച്ചു തരും. അതും ഹോസ്പിറ്റലുകളിലെ പിന്നെ സിസ്റ്റം നമ്മൾ അതും കൂടി ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ മതി. ഓക്കെ. മോഡിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഫാസ്റ്റ് ട്രാക്കിലാണ് നമ്മൾ പോകുക. എല്ലാ സ്ഥലത്തും നിങ്ങൾ ഒരു വർഷത്തെ കോഴ്സ് ആയിട്ടായിരിക്കും കണ്ടിട്ട് ഇത് 6 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തരും. അതേ സിലബസ് തന്നെ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അതിന് ഒരു ടൈം വെച്ചിട്ട് നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് ടീച്ചറായിട്ട് നിങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ കയറാൻ പറ്റും. ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഈ ഇന്റേൺഷിപ്പ് തന്നിട്ടായിരിക്കും നിങ്ങളെ വിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി ചെയ്യാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റർ ആവാനും ഒക്കെ ഇവിടുന്ന് നമ്മൾ ട്രെയിനിങ് തന്നിട്ടായിരിക്കും വിടുന്നത്. എല്ലാ സ്ഥലത്തും നിങ്ങൾ പഠിക്കുന്നത് പോലെ അല്ല ഇവിടെ പഠിക്കുന്നത്. 3 മാസം കൊണ്ട് തന്നെ നിങ്ങളെ ട്രെയിനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും നിങ്ങളൊരു സ്ഥലത്ത് ഡിജിറ്റൽ മാർക്കറ്റായിട്ട് പോകുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് പീരീഡിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ തന്നെ അത് പൂർത്തിയാക്കിയിട്ടായിരിക്കും നിങ്ങളെ വിടുന്നത്. ഓക്കെ. പിന്നെ മെഹന്തി ഡിസൈനിങ് അത് പഠിച്ചവര് ഇപ്പം നമ്മളെ ഗ്രൂപ്പിലുള്ള പല ആളുകളും പല പിന്നെ ഇൻസ്റ്റാ പേജുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവരൊക്കെ സ്വന്തമായിട്ടൊക്കെ അവര് മെഹന്തി ഡിസൈനറായിട്ട് മാറി. ഓക്കെ. റെസിനാട്ടും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതിന് സ്റ്റാർട്ടിങ് ഒരു ചെറിയൊരു പ്രയാസമുള്ളതുകൊണ്ട്, ടീച്ചേഴ്സിന് ഒരു പ്രയാസമുള്ളതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ അല്ലേ, അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പം എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും പിന്നെ എംപവറിംഗ് ദ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു അറബിക് ലാംഗ്വേജ് പഠിക്കുന്നത്. ഇതിൽ തന്നെ ഡിജിറ്റൽ ഹബ് സൊല്യൂഷൻസ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, വെബ്സൈറ്റ് ക്രിയേഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. സെനോറ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇന്റിമസിക്കും ഹീലിംഗ് മൈൻഡ് സെറ്റിന് വേണ്ടിയിട്ടും സൈക്കോളജിക്ക് വേണ്ടിയിട്ടും നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് കീഴിലായിക്കൊണ്ട് തന്നെ വി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാലിക്കറ്റില് നമുക്കൊരു പിന്നെ വസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. കാലിക്കറ്റ് കണ്ണഞ്ചേരിയിലാണ് വി സ്റ്റൈൽ സ്റ്റുഡിയോ. വി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് FPS ഇന്റർനാഷണലിന്റെ കീഴില് FPS ഇന്റർനാഷണൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. ഓക്കെ. ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിലൂടെ പറ്റും. ഓക്കെ. പിന്നെ ന്യൂ കോഴ്സസ് അഫ്സൽ ഉലമന്റെ കോഴ്സ്, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്പോക്കൺ അറബിക്കിലാണ്. ന്യൂ കോഴ്സ് ആണ് നിങ്ങൾ വരുന്നത്. ഓക്കെ. ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേറെ പ്ലാറ്റ്ഫോം ഉണ്ട്. ട്യൂഷൻ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ട്യൂഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സർട്ടിഫൈഡ് ഇംഗ്ലീഷ് മെന്റർ വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ആമിന്റെ കീഴിലായിക്കൊണ്ട് BCom വിത്ത് ACCA, ACCA, CA, CMA എന്നീ കോഴ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇൻഷാല്ലാ. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു മുബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതൂബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു മുബാരിക്. എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗ്രൂപ്പിലേക്ക് വേണ്ടിയിട്ട്. ഇൻഷാല്ലാ നിങ്ങളുടെ മുഅല്ലിമ ഇനി ബാക്കി സംസാരിക്കുന്നതായിരിക്കും. മുഅല്ലിമക്ക് അധികം സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതലായിട്ട് നിങ്ങൾക്ക് ക്ലാസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഞാൻ ഫാത്തിമ ഇമ്രാൻ ടീച്ചറിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്, ഗ്രൂപ്പിനെ കുറിച്ച്, നിങ്ങളുടെ പഠന സംവിധാനത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു മുബാരിക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എന്നിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതല്ല ടീച്ചറിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അത് എന്നെ ഞാൻ നിങ്ങൾക്ക് ഇൻഷാല്ലാ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാത്തിമ ഇമ്രാൻ ആണ്. സൗദിയിൽ നിന്നാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സൗദി ദമ്മാമിലാണ്. അപ്പം ഇൻഷാല്ലാ ബിദ്നില്ലാ നമുക്ക് മറ്റന്നാൾ മുതൽ നമുക്ക് 3 ദിവസമാകും ക്ലാസ് ഉണ്ടാവുക. ആഴ്ചയിൽ സൺഡേ, ട്യൂസ്ഡേ,
തേഴ്സ്ഡേ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് എന്നാണ്? ട്യൂസ്ഡേ ആവും ഇൻഷാല്ല. അപ്പൊ എല്ലാരും ഇൻഷാല്ല ഇതിനെല്ലാം കാണാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇതിൽ നമുക്ക് ബുക്ക് അങ്ങനൊന്നും ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് ഉണ്ടാവണം, നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കാനൊക്കെ വേണ്ടിയിട്ട്. വിശദമായിട്ട് ടൈം ഇൻഷാല്ല. ചോദിക്കുന്നു. ടൈം ഈ ടൈം തന്നെ, ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത ടൈം തന്നെ. എന്നിട്ട് സൗദിയിൽ 8 മണിയാണ്, നാട്ടില് 10:30 ആണ് തോന്നുന്നു. നാട്ടിലാകുമ്പോൾ 10:30 അല്ലേ? അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചർ, നമ്മൾ ഈ ലിങ്ക് അയച്ച സമയത്ത് കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഈ ക്ലാസ് ടൈമിൽ കയറാൻ പറ്റത്തില്ല, പകരം അവർക്ക് റെക്കോർഡിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ? റെക്കോർഡിംഗ് ഉണ്ട് ഇൻഷാല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതിന്റെ അകത്ത് അവരെ ജോയിൻ ചെയ്യിച്ചോട്ടെ? ചെയ്യാം. റെക്കോർഡിംഗ് ഉണ്ടാവും, എന്തായാലും റെക്കോർഡിംഗ് ഉണ്ടാവും. അഥവാ ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ കയറിയാലും നിങ്ങൾക്ക് ഒന്നും കൂടി കേൾക്കാനൊക്കെ വേണ്ടിയിട്ട്, കാരണം നമ്മൾ സ്പോക്കൺ അറബിക്കാണ്, അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി കേൾക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് റെക്കോർഡിംഗ് എന്തായാലും ഇൻഷാല്ലാ ഉണ്ടാവും. ഇൻഷാ അല്ലാ. 1 hour ക്ലാസ് ആണ്. യെസ്, 1 hour ക്ലാസ് ആവും. ലെവൽ 1 ആണ് ഇപ്പൊ നമ്മൾ പോണത്, 3 മാസം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് ആ കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണുണ്ടാവും വരുന്നില്ല, കാരണം നിങ്ങൾ ഫസ്റ്റ് ബാച്ച് ആണ്. അപ്പം ഇതിപ്പോ ലെവൽ 1 ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അത് 3 മാസം. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ അടുത്ത ലെവൽ 2 ആയിട്ട് നമ്മൾ എന്താണ് 3 മാസം ഒന്നും കൂടി ഉണ്ടാവും. പിന്നെ സ്പോക്കൺ അറബിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ അറബിക്ക് സംസാരിക്കാം. നമ്മൾ ബുക്കിലുള്ള അറബിക്കും, അതായത് ഇപ്പൊ നമ്മൾ മലയാളം തന്നെ, നമ്മൾ ബുക്കിലുള്ള മലയാളം നമ്മൾ സംസാരിക്കുന്ന മലയാളം തമ്മിലിട്ട് എന്താണ് നല്ല വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് അറബിക്ക്. നമ്മൾ എന്താണ് ഒരുപാട് പഠിച്ചവരുണ്ടാവും നമ്മൾ ബുക്കിൽ നിന്ന്. ഇപ്പം ഗ്രാമറൊക്കെ നല്ലോണം അറിയണവരുണ്ടാവും പാറക്കല്ല. പക്ഷെ അവരെന്താണ് ഇപ്പം ഒരു അറബിക് ഒരു അറബി നാട്ടിൽ വന്നാൽ അവർക്ക് ഇവിടെ വളരെ വ്യത്യാസത്തിലാവും ഇവിടുത്തെ സംസാരം ഉണ്ടാവുക. അപ്പൊ എന്താണ് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, എന്നാലും ആ സംസാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ വന്നിട്ട് അത് മനസ്സിലാക്കാനും അത് സംസാരിക്കാനും എന്താണ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. കാരണം എന്താ, ഇവിടെ വന്നാൽ എയർപോർട്ടിൽ സംസാരിക്കണമെങ്കിൽ, ഒരു കടയിൽ പോയി സംസാരിക്കണമെങ്കിൽ, ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു ടാക്സിയിൽ കയറിയാൽ, അങ്ങനെ ഒരുപാട് എന്താണ് സിറ്റുവേഷൻസ് വരും. ബാറക്കല്ല. ഇപ്പൊ എന്താണ് ഒരുപാട് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ എന്താണ് അറബിക്ക് നിർബന്ധമാണ്. അല്ലെങ്കിലും നമ്മളൊരു മുസ്ലിം എന്താണ് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് നമ്മൾ അറബിക്കിലാണ്. അറബിക്ക് അത് ഗ്രാമർ അറബിക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് സാധാരണ സ്പോക്കൺ അറബിക് ആവട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ അറബി എന്താണ് സ്പോക്കൺ ആയിട്ടുള്ള അറബിക്കാണ് പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വേദനയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അതൊരു എന്താണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ് കൊണ്ടുപോകാനും പറ്റട്ടെ. നമ്മളിപ്പോ ഉള്ള ഗ്രൂപ്പിൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ് ക്ലാസ് ലിങ്ക് വരിക കേട്ടോ. നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ, ഇവിടെ സംസാരിക്കാം. വോയിസ് അയക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ടീച്ചറെ, വേറൊരു കാര്യം ചോദിക്കുന്നു. സ്പീക്കിംഗ് ആൻഡ് ഫ്യൂ നോട്ട്സ് ആകുമല്ലേ അതെ. ക്ലാസ് പാറ്റേൺ എന്ന്?
അതെ അതെ നമ്മള് ബുക്ക് അങ്ങനെയൊന്നുമല്ല. ഇൻഷാല്ലാ നമ്മൾ എന്താണ് നമ്മൾ ഓരോരുത്തരും നിങ്ങൾ എല്ലാവരും ജോയിൻ ആവണം. എല്ലാവരും ഒരുമിച്ച് നമ്മൾ എന്തായാലും ജോയിൻ ആവുമ്പോഴാണ് അതായത് റെക്കോർഡിങ് അത്രയും പറ്റാത്തൊരു റെക്കോർഡിങ് കേൾക്കുക. അതല്ല ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്താണ് പ്രാക്ടീസ് ചെയ്യണം അല്ലെ. സംസാരിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എന്നോട് അതേപോലെ തിരിച്ച് ചോദിക്കുക. അങ്ങനെ ഓരോന്നും എന്താണ് നമ്മൾ സംസാരിച്ച് നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യണം. അപ്പം അതേപോലെ തന്നെ നോട്ട്സ് ഉണ്ടാവും ഇൻഷാല്ലാ. ബുക്ക് അങ്ങനൊന്നും വെച്ചിട്ടല്ല. അസ്സലാമു വറഹ്മത്തുള്ള. വലൈക്കും സലാം. ഇതിപ്പം ഡൗട്ട് ഓരോ പിന്നെ GCC കൺട്രീസിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവില്ല അവരുടെ ലാംഗ്വേജിൽ ഓക്കെ. വാക്കുകൾ. അപ്പൊ അത് നമ്മൾ അങ്ങനെ നല്ല ടീച്ചർ ക്വസ്റ്റ്യൻ സൗദി ആ ബേസ്ഡ് ആയിട്ടല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒമാന് UAE ആ രീതിയിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പറഞ്ഞു തരുമോ? ഓക്കെ. സൗദിയാണ് നമ്മൾ എടുക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് എനിക്ക് ഇപ്പം ഒമാനാണെങ്കിലും UAE ആണെങ്കിലും എല്ലാം ഏകദേശം അറിയാം. പക്ഷെ സൗദി എടുത്താലുള്ള ഗുണം എന്താന്ന് വെച്ചാല് സൗദി ഭാഷ നമ്മൾ ഗ്രാമർ അറബിക്കുമായിട്ട് നല്ല സാമ്യമുണ്ട്. ഓക്കെ, കുറച്ചും കൂടി എളുപ്പമാണ് എടുക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. ഗ്രാമർ അറബിക്കായിട്ട് നല്ല സാമ്യമുണ്ട്. അപ്പൊ എന്താവും ഈ സൗദി ലഹജ എന്ന് പറയും ട്ടോ. അറബിയിൽ നമ്മൾ സ്പോക്കൺ ഈ ഇതിനെന്താ നമ്മൾ പറയാ ലഹജ എന്ന് പറയും, ലഹജൽ ആമിയ. അപ്പം സൗദിത്തെ ലഹജൽ ആമിയ എന്താ വെച്ചാല് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവർക്കും ഇപ്പൊ മൊസറിലുള്ളവർക്കാണെങ്കിലും മൊറോക്കോ മഗ്രിബിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഇമാറാത്തിലുള്ളവരാണെങ്കിലും ഒമാനിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ലഹജയാണ് ലഹജ സൗദിയ എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ഈ ലഹജ സൗദിയ പഠിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം പഠിക്കാൻ പറ്റും. ബാക്കി നമ്മൾ പഠിക്കാൻ പറ്റും. കുറച്ച് ഡിഫറൻസ് വരുന്ന മെയിൻ വേർഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മളെല്ലാം കവർ ചെയ്യും. ഓക്കെ, ഇതിലെന്താണ് നമ്മൾ കുറച്ചും കൂടി നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഇൻഷാല്ലാ ബിദ്നില്ല നമ്മൾ പഠിക്കുക. നമ്മളിപ്പം ഓരോ വേർഡും നമ്മളിപ്പോ മസറിൽ വേറെ രീതിയിലാവും. അതെ, മസർ ഈജിപ്ത്. അപ്പൊ അവിടെ വേറൊരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മസറിൽ അവര് സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ലഹജ വേറെയാണ്. സൗദിത്തെ ആൾക്കാർ വേറെ ഒരു രീതിയിലാവും. അതേപോലെ തന്നെ നമ്മളിപ്പോ നാട്ടിൽ അതേപോലെ അല്ലേ, ഇപ്പം മലപ്പുറത്തുള്ളവർ വേറൊരു രീതിയിലാവും അല്ലെ, കൊല്ലം അവിടെ ആ ഭാഗമുള്ളവർ വേറെ ആയിരിക്കും. അങ്ങനെ അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് എല്ലാം മനസ്സിലാവും. അപ്പം ഒരു ലഹജ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലഹജ സൗദിയ എടുക്കുന്നത്, സൗദി ലഹജ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം ഏകദേശം മനസ്സിലാവും ചെയ്യും. നമ്മൾ പറയണത് ബാക്കിയുള്ളവർക്കും മനസ്സിലാവും. ജസാക്കല്ലാഹ്. എല്ലാവർക്കും. ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? ഇതിലുള്ള എല്ലാവരും ജോയിൻ ആയവരാണോ ക്ലാസ് റൂമില്? ഇതിൽ ആരെങ്കിലും പുതിയതായിട്ട് കയറി വന്നവരുണ്ടോ? ജോയിൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് കൊടുക്കണേ ടീച്ചർ നീസത്ത. ഇവിടെ ഇടാം ഇൻഷാ അള്ളാ. ലിങ്ക് ഒന്ന് ഇവിടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കണേ ക്ലാസ് റൂമിന്റെ. ഇപ്പൊ ഇടാം. ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ആവണം. കാരണം നമുക്ക് അതിന് വേറെ തന്നെ ഇനി ടൈം വെക്കാൻ പറ്റില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം തിങ്കളാഴ്ച മുതൽ നമ്മൾ ഇത് ചൊവ്വാഴ്ച മുതൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി ഇതിലേക്ക് പുതിയതായിട്ട് ആളുകൾ എടുക്കല് അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, ലിങ്ക് ഇട്ടിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണേ. അതില് താല്പര്യമുള്ളവർ ജോയിൻ ആവാട്ടോ.
ഇതങ്ങനെ സിലബസ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? മാം പ്രിപ്പയർ ചെയ്യണ സിലബസ് അല്ലേ ക്ലാസ് ആയിട്ട് എടുക്കുക അല്ലേ? അതെ അതെ. ഓക്കെ, ഇൻഷാല്ലാ. വിശദമായിട്ട് ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും ട്യൂസ്ഡേ പരിചയപ്പെടാം കേട്ടോ. ഇൻഷാല്ലാ. ഇൻഷാ അള്ളാ. അപ്പം ജസാക്കുമുല്ലാഹ് ഖൈർ, അല്ലാഹു മുബാരിക്. അപ്പം ക്ലാസ് 1 മണിക്കൂർ ക്ലാസ് ആയിരുന്നു. അൽഹംദുലില്ലാ ഒരു 8 മിനിറ്റ് കൂടിപ്പോയിട്ടുണ്ട്. എല്ലാവരും പൊരുത്തപ്പെടുക. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അപ്പം നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ക്ലാസ് റൂം തന്നെ ആയിരിക്കും. റെക്കോർഡഡ് വേർഷൻസ് അവൈലബിൾ ആവും. എന്നാലും പരമാവധി നിങ്ങൾ നേരിട്ട് തന്നെ കയറാൻ ശ്രമിക്കുക. കയറാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമായിക്കൊണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ് എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊന്നും പാടില്ല. നിങ്ങൾ തന്നെ ക്ലാസ് റൂമിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ, ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പം ജസാക്കുമുല്ലാഹ് ഖൈർ, അല്ലാഹു മുബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതൂബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും